ഹലോ മക്കളെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് തെർമോഡൈനാമിക്സ് ഓഫ് സെൽ റിയാക്ഷൻ. സെൽ റിയാക്ഷനിലെ തെർമോഡൈനാമിക്സ് എന്താണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് മോനെ? ഡെൽറ്റ എച്ച്, ഡെൽറ്റ ജി, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. എൻതാൽപ്പി ചേഞ്ച്, എന്താണ് എൻതാൽപ്പി ചേഞ്ച്, എന്താണ് ഫ്രീ എനർജി ചേഞ്ച്, എന്താണ് എൻട്രോപ്പി. സോ ഇവിടെ നമ്മൾ പഠിക്കുന്ന ഇതൊക്കെ തന്നെയാണ് തെർമോഡൈനാമിക്സ് ഓഫ് സെൽ റിയാക്ഷനിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ. ഈ ഡെൽറ്റ എച്ച് എങ്ങനെ കണ്ടുപിടിക്കും, ഡെൽറ്റ പിന്നെ എച്ച് ജി എങ്ങനെ കണ്ടുപിടിക്കും, എൻട്രോപ്പി ചേഞ്ച് എങ്ങനെ കണ്ടുപിടിക്കും ഒരു സെൽ റിയാക്ഷൻ്റെ എന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്കറിയാം, ഇലക്ട്രിക്കൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് ഇലക്ട്രിക്കൽ എനർജി ഈസ് ഈക്വൽ ടു ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ഇൻറ്റു ഇ എം എഫ്. ഓക്കെ, ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ഇൻറ്റു ഇ എം എഫിനെയാണ് നമ്മൾ ഇലക്ട്രിക്കൽ എനർജി എന്ന് വിളിക്കുന്നത്. നമുക്കറിയാം, ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെല്ലിൽ 1 മോൾ ഇലക്ട്രോൺസ് ആണുള്ളതെങ്കിൽ, അല്ലെങ്കിൽ n നമ്പർ ഓഫ് മോൾസ് ഇലക്ട്രോൺസ് ആണുള്ളതെങ്കിൽ ഒരു മോൾ ഇലക്ട്രിസിറ്റി ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാൻ വേണ്ടുന്ന കറണ്ട്, അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് n/f ആയിരിക്കും. ഫാരഡേ അല്ലേ, എഫ് എന്ന് പറഞ്ഞാൽ ഫാരഡേ. അത്രയും ഇതായിരിക്കും ഇവിടുന്ന് പാസ് ചെയ്ത് പോകുന്നത് കറണ്ട്. അപ്പോൾ നമുക്ക് പറയാം, ഇലക്ട്രിക്കൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് പാർട്ടിക്കിൾ ഇൻറ്റു ഫാരഡേ ഇൻറ്റു ഇ എം എഫ്. ഇ എം എഫിനെ നമുക്ക് ക്യാപിറ്റലിൽ നിന്ന് ചോദിച്ചേക്കാം. ഓക്കെ, ഇ എം എഫ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ എനർജി. ഇവിടുത്തെ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എനർജി. ദിസ് ഈസ് ഇലക്ട്രിക്കൽ എനർജി. സോ ഇലക്ട്രിക്കൽ എനർജി ഈസ് ഈക്വൽ ടു NF എന്ന് കൊടുക്കാം. ദാറ്റ് ഇലക്ട്രിക്കൽ എനർജി ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ ജി. ഇലക്ട്രിക്കൽ എനർജി ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ റിവേഴ്സിബിൾ സെൽ വിച്ച് ഈസ് ഈക്വൽ ടു ഡിക്രീസ് ഇൻ ദ ഗിബ്സ് എനർജി ഓർ മൈനസ് ഗിബ്സ് എനർജി. അപ്പോൾ ഒരു സെൽ റിയാക്ഷനകത്ത് ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഫ്രീ എനർജി ചേഞ്ച്. അതുകൊണ്ട് ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ്ഡിനെ നമുക്ക് മൈനസ് ഡെൽറ്റ ജി എന്ന് എഴുതാം. മൈനസ് ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു NFE, ഓർ ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു മൈനസ് NFE. ഡെൽറ്റ ജിയെ നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് NFE എന്ന് എഴുതാം. മക്കളെ, നിങ്ങൾക്ക് ഗിബ്സ് ഹെൽമോൺസ് ഇക്വേഷൻ എന്താണെന്നറിയില്ലേ? ഗിബ്സ് ഹെൽമോൺസ് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ ഗിബ്സ് ഹെൽമോൺസ് ഇക്വേഷൻ? ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് പ്ലസ് ടി ഇൻറ്റു ഡോ ബൈ ഡോ ടി ഓഫ് ഡെൽറ്റ ജി. ഓക്കെ, അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. സോ ഇത് നമുക്കറിയാം, ഈ ഇക്വേഷൻ നമുക്കറിയാം, ഗിബ്സ് ഹെൽമോൺസ് ഇക്വേഷനാണ്. അപ്പം ഈ ഇക്വേഷൻ നമ്മൾ ഡെൽറ്റ ജിയിലേക്ക്, മുമ്പ് പറഞ്ഞ ഡെൽറ്റ ജിയിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വി ഗെറ്റ് മൈനസ് NFE, ദറ്റ് ഈസ് ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് പ്ലസ് ടി ഇൻറ്റു ഡോ ബൈ ഡോ ടി ഓഫ് ഡെൽറ്റ ജി. ആ ഡെൽറ്റ ജിയുടെ അടുത്ത് നമുക്ക് എന്തിട്ട് കൊടുക്കാം? മൈനസ് NFE ഇറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. ഇവിടെ നമുക്ക് കാണാം, ഇവിടെ N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ്, F എന്ന് പറഞ്ഞാൽ ഫാരഡേ, ഇത് രണ്ടും കോൺസ്റ്റൻ്റ്. അപ്പോൾ ഇവിടെ എന്തേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ? ഈ പറഞ്ഞ EMF മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ മൈനസ് NF എന്നുള്ള ഈ ഒരു സ്പീഷീസിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഓക്കെ, നമുക്ക് ഇതിൻ്റെ പുറത്തേക്കായിട്ട് നമുക്ക് എഴുതാം. അപ്പോൾ അതിൻ്റെ പുറത്തേക്ക് എഴുതുമ്പം നമുക്ക് കിട്ടും T മൈനസ് NF ഇൻറ്റു ടി. അപ്പോൾ നമുക്ക് NFT മൈനസ് NF നമുക്ക് പുറത്തെടുക്കുന്നു. സോ മൈനസ് NF ടി ഇൻറ്റു ഡോ ബൈ ഡോ ടി ഓഫ് E അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. ഓക്കെ, അപ്പോൾ നമ്മൾ ത്രൂ ഔട്ട് മൈനസിനെ കൊണ്ട് നമ്മൾ ഈ ഇക്വേഷൻ നമ്മൾ ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എന്തായിട്ട് മാറും? ഇത് പ്ലസ് ആയിട്ട് മാറും, ഇത് മൈനസ് ആയിട്ട് മാറും, ഇത് പ്ലസ് ആയിട്ട് മാറും. ഓക്കെ, ഈ മൈനസ് പ്ലസ് ആയിട്ട് മാറും. സോ നമുക്ക് ഈ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും. ദാറ്റ് ഈസ് NFE is equal to minus delta H plus NFT, that is T into N into F into dou by dou T of E at constant pressure. ഇവിടെ നമുക്ക് പറയാൻ പറ്റും ഡോ ഇ ബൈ ഡോ ടി, ഈ ഒരു ടേമിനെ ഡോ ഇ ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ എന്ന് പറഞ്ഞുള്ള ഈ ടേമിനെ വി കോൾ ഇറ്റ് ആസ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഓഫ് ദ EMF. നമ്മൾ വിളിക്കുക ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഓഫ് EMF. ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഓഫ് EMF എന്നാണ് നമ്മൾ വിളിക്കുക. ഇവിടെ നമുക്ക് കാണാം ഡോ ഇ ബൈ ഡോ ടിയുടെ വാല്യൂ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ
EMF of the cell which is increase which rise in temperature. ഓക്കെ, ഡോ ഇ ബൈ ഡോ ടിയുടെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ EMF ഓഫ് ദ സെൽ ഇൻക്രീസസ് വിത്ത് റൈസ് ഇൻ ടെമ്പറേച്ചർ. അപ്പോൾ നമുക്ക് ഡോ ഇ ബൈ ഡോ ടി നെഗറ്റീവ് ആണെങ്കിലോ EMF ഓഫ് ദ സെൽ ഡിക്രീസസ് വിത്ത് റൈസ് ഇൻ ടെമ്പറേച്ചർ. ഇപ്പോൾ ഡോ ഇ ബൈ ഡോ ടി 0 ആണെന്നുണ്ടെങ്കിലോ ഇലക്ട്രിക്കൽ എനർജി വിൽ ബി ന്യൂമറിക്കലി ഈക്വൽ ടു എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. ഈ 3 കണ്ടീഷനാണ് നമുക്കവിടെ പറയാൻ വേണ്ടി പറ്റുന്നത്. അപ്പം ഇവിടെ നിന്ന് നമുക്ക് ഇക്വേഷൻ എഴുതാം ഇ ഈസ് ഈക്വൽ ടു. സോ ഇതിൽ നിന്ന് നമുക്ക് ഇ എഴുതാം. ഇ എന്താണെന്ന് എഴുതാം. ഇ ഈക്വൽ ടു എഴുതുമ്പോൾ എന്ത് വരും എന്താ നോക്കിയേ, ഇവിടെ നമുക്ക് ഇ ഈക്വൽ ടു എഴുതാം. ഇ ഈക്വൽ ടു എഴുതണമെങ്കിൽ എന്ത് വേണം, ഇവിടെയുള്ള ഈസ് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, ഇവിടേക്കും എൻ എഫിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇവിടെയും എൻ എഫിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, സോ വി ഗെറ്റ് ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ എച്ച് ബൈ എൻ എഫ് പ്ലസ് ടി ഇൻറ്റു, ഇവിടെ എൻ എഫും ക്യാൻസൽ ചെയ്ത് പോകും, ടി ഇൻറ്റു ഡോ ബൈ ഡോ ടി ഓഫ് ഇ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ എന്ന് എഴുതാം. സോ ഇതാണ് EMFിനകത്ത് ഇ. ഓക്കെ, നമുക്ക് ഇങ്ങനത്തെ ഒരു തെർമോഡൈനാമിക് ഡെറിവേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് എന്തുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്, EMF ഡെൽറ്റ എച്ചുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു, എൻതാൽപ്പി ചേഞ്ചുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. ഇനി ഡെൽറ്റ ജി, ഡെൽറ്റ എച്ച് ആൻഡ് ഡെൽറ്റ എസ്, ഒരു സെല്ലിൻ്റെ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുക, ഡെൽറ്റ ജി, ഡെൽറ്റ എസ്. ഡെൽറ്റ ജി കണ്ടുപിടിക്കാൻ സുഖമാണ്, നമ്മൾ എന്താണ് ഡെൽറ്റ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് എൻ എഫ് ഇ സെൽ, അത് ചെയ്താൽ മതി. അപ്പോൾ ഇനി ഡെൽറ്റ എച്ച് വേണമെന്നുണ്ടെങ്കിൽ, ഡെൽറ്റ എച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു. എന്താ നമ്മൾ കണ്ട ഇക്വേഷൻ, കുറച്ച് മുമ്പ് നമ്മൾ കണ്ട ഇക്വേഷൻ മൈനസ് എൻ എഫ് ഇ പ്ലസ് എൻ എഫ് ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ എച്ച് പ്ലസ് എൻ എഫ് ടി ഇൻറ്റു ഡോ ഇ ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യുക. മൈനസ് ഡെൽറ്റ എച്ചിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക, സമത്തിൻ്റെ ഇപ്പുറേക്ക് കൊണ്ടുവരിക. സോ ഇറ്റ് ഈസ് ബിക്കം പ്ലസ് ഡെൽറ്റ എച്ച്, ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ ആരാ ഉള്ളത്, എൻ എഫ് ടി ഇൻറ്റു ഡോ ബൈ ഡോ ടി ഓഫ് ഇ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഇവിടെയുണ്ട്. ഇവിടെ നിന്ന് ആരെ കൊണ്ടുവരണം, എൻ എഫ് ഇയെ കൊണ്ടുവരണം. പ്ലസ് എൻ എഫ് ഇ ഇങ്ങോട്ട് പോകുമ്പോൾ എന്തായിട്ട് മാറും, മൈനസ് എൻ എഫ് ഇ എന്ന് മാറും. സോ ഇറ്റ് ഈസ് ബിക്കം മൈനസ് എൻ എഫ് ഇ എന്ന് വരും. നോക്കൂ, ഇവിടെയും എൻ എഫ് ഉണ്ട്, ഇവിടെയും എൻ എഫ് ഉണ്ട്. നമുക്ക് കോമൺ ആയിട്ട് എൻ എഫിനെ പുറത്തെടുത്തൂടെ, എസ് പുറത്തെടുക്കാം. അപ്പോൾ എന്ത് വരും മോനെ, എൻ എഫിനെ ഇവിടുന്ന് കോമൺ ആയിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ എൻ എഫ് ഇൻറ്റു വരും, ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് എൻ എഫ് പോവും. അപ്പോൾ സാർ തൊട്ട് ഇതിൽ തന്നെ എഴുതാണ്. സോ ഇറ്റ് ഈസ് ബിക്കം എന്തായിട്ട് മാറും, എൻ എഫ് ഇൻറ്റു ടി ഇൻറ്റു ഡോ ബൈ ഡോ ടി ഓഫ് ഇ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ മൈനസ് ഇ. സോ ഇതാണ് എന്ത് കാണാനുള്ള ഇക്വേഷൻ, ഡെൽറ്റ എച്ച് കാണാനുള്ള ഇക്വേഷൻ. ഡെൽറ്റ ജി ആണെങ്കിൽ മൈനസ് എൻ എഫ് ഇ, ഡെൽറ്റ എച്ച് ഈക്വൽ ടു എൻ എഫ് ഇൻറ്റു ടി ഇൻറ്റു ഡോ ഇ ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ മൈനസ് ഇ എന്ന് കിട്ടും. ഇനി ഡോ ഇ ബൈ ഡോ ടിയെ നമ്മൾ എന്താ വിളിച്ചത്, ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് EMF എന്ന് വിളിച്ചു. ഓക്കെ, ഇനി ഡെൽറ്റ എസ് കണ്ടുപിടിക്കണം. നമുക്ക് ഡെൽറ്റ ജിയും ഡെൽറ്റ എച്ചും അറിയാമെങ്കിൽ ഡെൽറ്റ എസ് നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം, നമുക്കറിയാവുന്നൊരു ഇക്വേഷൻ ഉണ്ടല്ലോ, സ്റ്റാൻഡേർഡ് ഇക്വേഷൻ, ഡെൽറ്റ എസ് ജി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഡെൽറ്റ എസിൻ്റെ വാല്യൂ നമുക്ക് ഡയറക്റ്റായിട്ട് കണ്ടുപിടിക്കാം. ഇനി ഗിബ്സ്-ഹെൽമോൺസ് ഇക്വേഷൻ, എന്താ ഗിബ്സ്-ഹെൽമോൺസ് ഇക്വേഷൻ നമ്മൾ കണ്ടത്, ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് പ്ലസ് ടി ഇൻറ്റു ഡോ ബൈ ഡോ ടി ഓഫ് ഡെൽറ്റ ജി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ, ഇങ്ങനെ കണ്ടത്. അപ്പോൾ ഇവിടുന്ന് ഡെൽറ്റ ജി മൈനസ് ഡെൽറ്റ എച്ച് ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ എന്ത് വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു ടി ഇൻറ്റു ഡോ ബൈ ഡോ ടി ഓഫ് ഡെൽറ്റ ജി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ എന്ന് വരും. ഇവിടുന്ന് ഡെൽറ്റ ജിയുടെ വാല്യൂ നമുക്കറിയാം മൈനസ് എൻ എഫ് ഇ ഓഫ് ദ സെല്ലാണ്. സോ നമുക്ക് പിന്നെ ഡെൽറ്റ ജി മൈനസ് ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ടി ഇൻറ്റു ഡോ ബൈ ഡോ ടി ഓഫ് ഡെൽറ്റ ജിക്ക് നമുക്ക് എന്ത് ചെയ്യാം, മൈനസ് എൻ എഫ് ഇ എന്ന് കൊടുക്കാം. ഓക്കെ, ചേഞ്ച് ഇൻ ഫ്രീ എനർജിയും ഇൻറ്റേർണൽ എനർജിയും എൻതാൽപ്പിയും തമ്മിലുള്ള എനർജി ചേഞ്ച്, ഡെൽറ്റ ജി മൈനസ് ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു മൈനസ് എൻ എഫ് ടി ഇൻറ്റു ഇങ്ങനെ എഴുതാം, ടി ഇൻറ്റു ഡോ ബൈ ഡോ ടി ഓഫ് മൈനസ് എൻ എഫ് ഇ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ എന്ന് എഴുതാം. സോ ഡെൽറ്റ ജി മൈനസ് ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു മൈനസ് എൻ എഫ് ഇ ഇൻറ്റു ഡോ ഇ ബൈ ഡോ ടി മൈനസ് എൻ എഫ് ഇ എൻ എഫ് ടി ഇൻറ്റു ഡോ ഇ ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ എന്ന് എഴുതാം നമുക്ക്. ഓക്കെ, ഡെൽറ്റ വ്യത്യാസം എന്താ, ഡെൽറ്റ ജി മൈനസ് ഡെൽറ്റ എച്ച്, ഇത് പ്രകാരം ഡെൽറ്റ ജി മൈനസ് ഡെൽറ്റ
ഡെൽറ്റ ജി മൈനസ് ഡെൽറ്റ എച്ച് എന്താ വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ടി ഡെൽറ്റ എച്ച് അല്ലേ? ഈ ഇക്വേഷൻ പ്രകാരം ഡെൽറ്റ ജി മൈനസ് ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ടി ഡെൽറ്റ എസ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം അവിടെ? മൈനസ് ടി ഡെൽറ്റ എസ് എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് ഡെൽറ്റ ജി മൈനസ് ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ടി ഡെൽറ്റ എസ്. അപ്പോൾ ഈ മൈനസ് ടി ഡെൽറ്റ എസ് അല്ലേ എന്തെന്ന് പറയുന്നത്? മൈനസ് എൻ എഫ് ടി ഇൻറ്റു ഡോ ഇ ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ എന്ന് പറയുന്നത്. ഇവിടെയും മൈനസ് വെട്ടിപ്പോയാൽ പോരെ? ടി കൊണ്ട് ത്രൂഔട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇത് പോയില്ലേ? അപ്പോൾ നമുക്ക് ഡെൽറ്റ എസ് കിട്ടുമല്ലോ. എന്താ ഡെൽറ്റ എസ്? സാർ ഇവിടെ ഒറ്റയ്ക്ക് എഴുതുന്നു, ഒറ്റ പ്രാവശ്യം എഴുതുന്നു. ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു എൻ എഫ് ഇൻറ്റു ഡോ ഇ ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. നമുക്ക് എൻ എഫ് ഇൻറ്റു ഡോ ഇ ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. ഇത് മൂന്നും നമുക്ക് എന്തായിട്ട് ഉപയോഗിക്കാം? പിന്നെ കാണാൻ വേണ്ടിയിട്ട്, കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഒന്ന് ഡെൽറ്റ എസ് ഡയറക്റ്റായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഡെൽറ്റ എസ് ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഡെൽറ്റ എച്ച് നമ്മൾ കാണണം. ഡെൽറ്റ എച്ച് നമുക്ക് കാണാതെ തന്നെ എന്ത് ചെയ്യാം? ഇത് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇപ്പോൾ ഡെൽറ്റ ജി സീറോ എന്നാണ് വരുന്നതെങ്കിൽ ഡെൽറ്റ ജി സീറോ കണ്ടുപിടിക്കാനാണെങ്കിൽ ഡെൽറ്റ ജി സീറോ ഇസ് ഈക്വൽ ടു മൈനസ് എൻ എഫ് ഇ സീറോ സെൽ. ഡെൽറ്റ എച്ച് സീറോ ആണ് കാണേണ്ടതെങ്കിൽ എൻ എഫ് ഇൻറ്റു ടി ഇൻറ്റു ഡോ ഇ സീറോ ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ മൈനസ് ഇ സീറോ സെൽ. ഡെൽറ്റ എസ് സീറോ ആണ് കാണേണ്ടതെങ്കിൽ സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ഓക്കെ ആണ് കാണേണ്ടതെങ്കിൽ എൻ എഫ് ഇൻറ്റു ഡോ ഇ സീറോ ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. സോ ഈ 3 പാരാമീറ്ററാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഇതാണ് നമുക്ക് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ മക്കളെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ, നെക്സ്റ്റ് തെർമോഡൈനാമിക് ഡെറിവേഷൻ ഓഫ് നേൺസ്റ്റ് ഇക്വേഷൻ. നേൺസ്റ്റ് ഇക്വേഷൻ്റെ തെർമോഡൈനാമിക് ഡെറിവേഷൻ നമുക്ക് നോക്കി നോക്കാം. നമുക്കറിയാം ഇ എം എഫ് ഓഫ് സപ്പോസ് ഫോർ എ ഗാൽവനിക് സെൽ വിച്ച് ഓവറോൾ റിയാക്ഷൻ ഈസ് എ പ്ലസ് ബി ഗീവ്സ് സി പ്ലസ് ഡി. ഇങ്ങനെയാണ് ഒരു ഗാൽവനിക് സെല്ലിൻ്റെ ഓവറോൾ റിയാക്ഷൻ എങ്കിൽ ഗിബ്സ് എനർജി ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ റിയാക്ഷൻ്റെ ഇറ്റ്സ് ഗിവൺ ബൈ വാൻ ഹോഫ് റിയാക്ഷൻ ഐസോത്തോം. വാൻ ഹോഫ് റിയാക്ഷൻ ഐസോത്തോമിൽ നമുക്ക് ഗിബ്സ് എനർജി ചേഞ്ച് എഴുതാൻ പറ്റും. ഈ റിയാക്ഷൻ്റെ ഗിബ്സ് എനർജി ചേഞ്ച് എഴുതാം. ദാറ്റ് ഈസ് ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു ഡെൽറ്റ ജി സീറോ പ്ലസ് ആർ ടി എൽ എൻ ആക്ടിവിറ്റി ഓഫ് സി റേസ് ടു സി ഇൻറ്റു ആക്ടിവിറ്റി ഓഫ് ഡി റേസ് ടു ഡി ഡിവൈഡഡ് ബൈ activity of A raised to A into activity of B raised to B. Okay, where G0 represents the standard Gibbs energy change and A activity of A etc. are the activities of A, B, C and D. Okay. ഇനി ഡെൽറ്റ ജി എന്താ നമുക്കറിയാലോ. എന്താ ഡെൽറ്റ ജി എന്ന് പറഞ്ഞാൽ? ഡെൽറ്റ ജി എന്ന് പറഞ്ഞാൽ മൈനസ് എൻ എഫ് ഇ. സോ the N represents number of moles of electron transferred in the cell reaction and E is the EMF, F is the Faraday. അപ്പോൾ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലാണെങ്കിൽ ഡെൽറ്റ ജി സീറോ എന്ന് എഴുതും. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് എൻ എഫ് ഇ സീറോ സെൽ എന്ന് എഴുതും. ഓക്കെ, ഇ സീറോ ഇസ് ദ സ്റ്റാൻഡേർഡ് ഇ എം എഫ് ഓഫ് ദ സെൽ. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഡെൽറ്റ ജി ആൻഡ് ഡെൽറ്റ ജി സീറോ വാല്യൂ ഓൺ ദിസ് ഇക്വേഷൻ, ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വി get minus NF E is equal to minus NF E0 minus NF E0 cell plus RT ln AC raised to C into AD raised to D divided by A raised to A into എ ബി റേസ് ടു ബി എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇവിടെ നോക്കൂ, ത്രൂ ഔട്ട് എൻ എഫിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇതിനെ എൻ എഫിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇത് ക്യാൻസൽ ആവും. ഇവിടെ എൻ എഫിനെ കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഇവിടെ എൻ എഫിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ത്രൂ ഔട്ട് എൻ എഫിനെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് മൈനസ് ഇ. അപ്പം മൈനസിനെയും കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ മൈനസിനെയും കൊണ്ട് ഡിവൈഡ് ചെയ്യുക, മൈനസിനെയും കൊണ്ട് ചെയ്യുക. അപ്പം മൈനസിനെ കൊണ്ട് ചെയ്യുമ്പോൾ ഇവിടെ പ്ലസ് ആവും, ഇവിടെ പ്ലസ് ആവും, ഇവിടെ മൈനസ് ആവും. സോ വി ഗെറ്റ് E is equal to E cell is equal to E0 minus RT by NF ln AC raised to C into AD raised to D divided by AA raised to A into AB raised to B എന്ന് വരും. ഈ ഇക്വേഷൻ നമുക്ക് നേൺസ്റ്റ് ഇക്വേഷൻസ് ഫോർ ദ EMF ഓഫ് എ സെൽ. ഇക്വേഷൻ നമുക്ക് എന്ത് വിളിക്കാം? നേൺസ്റ്റ് ഇക്വേഷൻസ് ഫോർ ദ EMF ഓഫ് ദ സെൽ എന്ന് വിളിക്കാം. നോക്കുമ്പോൾ ഇപ്പോൾ ആക്ടിവിറ്റിക്ക് പകരം ആക്ടിവിറ്റി ഈസ് സംവാട്ട് സിമിലർ ടു ദ വാട്ട് കോൺസെൻട്രേഷൻ.
ആക്ടിവിറ്റി സൊല്യൂഷൻ്റെ കേസിലാണെങ്കിൽ ഗ്യാഷസിൻ്റെ കേസിൽ നമ്മൾ ആക്ടിവിറ്റി പറയും. അപ്പം സൊല്യൂഷൻസിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ വി ആർ മിയർലി എക്സ്പ്രസ്ഡ് ആസ് കോൺസെൻട്രേഷൻ. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? ഈസ് ഈക്വൽ ടു E0 മൈനസ് RT/NF ln concentration of C raised to C into concentration of D raised to D divided by concentration of A raised to A into concentration of B raised to B എന്ന് നമുക്ക് പറയാം. ഇങ്ങനെ നമുക്ക് പറയാം. ഓക്കെ, ഇനി ഇവിടുത്തെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമുക്ക് എങ്ങനെ കൺസിഡർ ചെയ്യാം? ഈ ഒരു സമയത്തുള്ള ഇലക്ട്രോഡ് നേൺസ്റ്റ് ഇക്വേഷനായ ഒരു ഒരു സെൽ റിയാക്ഷൻ A പ്ലസ് BB ഗിവ്സ് CC പ്ലസ് DD എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെൽ റിയാക്ഷൻ. ആ സെൽ റിയാക്ഷൻ്റെ EMF നമ്മൾ കണ്ടു. ഇനി ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഈ സെല്ലിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമുക്ക് എങ്ങനെ കാണാം? അപ്പോൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സപ്പോസ് മെറ്റൽ അയൺ ഇലക്ട്രോഡ് നമ്മൾ കൺസിഡർ ചെയ്യണം. മെറ്റൽ അയോൺ ഇലക്ട്രോഡ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇലക്ട്രോഡ്സ് ഇങ്ങനെയാണുള്ളതെങ്കിൽ ഇവിടെ റിഡക്ഷൻ നടക്കുകയാണെങ്കിൽ എന്താ നമ്മൾ സംഭവിക്കുക? റിഡക്ഷൻ Mn+n നമ്പർ ഓഫ് ഇലക്ട്രോണിനെ വാങ്ങി മെറ്റലായിട്ട് മാറും. അപ്പം മെറ്റൽ അയോണിനകത്ത് ഇങ്ങനെയാണ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ നടക്കുക, റിഡക്ഷൻ റിയാക്ഷൻ നടക്കുക. അപ്പോൾ ഗിബ്സ് എനർജി എന്ന് പറഞ്ഞാൽ ആസ് പെർ റിയാക്ഷൻ ഐസോതേം വി ക്യാൻ റിട്ടൺ ആസ് ΔG is equal to ΔG0 plus RT ln ആക്ടിവിറ്റി ഓഫ് മെറ്റൽ ബൈ ആക്ടിവിറ്റി ഓഫ് മെറ്റൽ അയോൺ N+. ഓക്കെ, നമുക്കിങ്ങനെ എഴുതാം. ΔG0 represents standard Gibbs energy and AM and AMN+ are be the activity of metal and metal ion respectively. ഓക്കെ, ഇവിടെ നമുക്ക് ΔG കാണാൻ നമുക്കറിയാം. ΔG എന്ന് പറഞ്ഞാൽ എന്താ? -NF ഇലക്ട്രോഡ്. ഓക്കെ, പൊട്ടൻഷ്യൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ EMF. സോ ഫോർ ദ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് ആണെങ്കിൽ -ΔG0 is equal to NF E0 ഇലക്ട്രോഡ്. ഓക്കെ, അപ്പം നമുക്ക് ഈ വാല്യൂ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് -NF E ഇലക്ട്രോഡ് is equal to -NF E0 ഇലക്ട്രോഡ് പ്ലസ് RT ln ആക്ടിവിറ്റി ഓഫ് മെറ്റൽ ഡിവൈഡഡ് ബൈ ആക്ടിവിറ്റി ഓഫ് മെറ്റൽ N+. ഓക്കെ, മെറ്റൽ M+. സോ നമുക്ക് പിന്നെ ഇവിടെ നിന്നും ഈ ഇലക്ട്രോഡ് is equal to ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുക. NFനെ കൊണ്ടും മൈനസിനെ കൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് മുമ്പ് കിട്ടിയ മാതിരി നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് ഈ ഇലക്ട്രോഡ് is equal to E0 ഇലക്ട്രോഡ് മൈനസ് RT/NF ln ആക്ടിവിറ്റി ഓഫ് മെറ്റൽ ബൈ ആക്ടിവിറ്റി ഓഫ് മെറ്റൽ അയൺ എന്ന് കിട്ടും. ഓക്കെ, അല്ലെന്നുണ്ടെങ്കിൽ ആക്ടിവിറ്റി ഓഫ് സോളിഡ് പാർട്ടിക്കിളിനെ നമ്മൾ എപ്പോഴും എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? യൂണിറ്റ് 1 ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ആക്ടിവിറ്റി ഓഫ് മെറ്റൽ സോളിഡ്സ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ആക്ടിവിറ്റി നമ്മളെപ്പോഴും 1 ആയിട്ടാണ്, കോൺസ്റ്റൻറ്റ് 1 ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ റിപ്ലേസ് ചെയ്യാം? ആക്ടിവിറ്റി ഓഫ് മെറ്റൽ എന്നുള്ളത് നമുക്ക് 1 എന്ന് കൊടുക്കാം, 1/A ആക്ടിവിറ്റി ഓഫ് മെറ്റൽ അയോൺ എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഈ 1/ ആക്ടിവിറ്റി ഓഫ് മെറ്റൽ അയോണിനെ ഈ ആക്ടിവിറ്റി ഓഫ് മെറ്റൽ അയോണിനെ 1/ എന്നുള്ളത് ഇതിനെ റെസിപ്രോക്കലാക്കി മുകളിലേക്ക് എഴുതുമ്പോൾ എന്തായിരുന്നു? ഇവിടെയുള്ള മൈനസ് സൈൻ പ്ലസ് ആക്കി കൊടുത്താൽ മതി. ഇതിൻ്റെ റെസിപ്രോക്കലാക്കി എഴുതണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മൈനസ് സൈൻ എന്താവും? പ്ലസ് ആവും. അപ്പം നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ മാറ്റി എഴുതാം മക്കളെ? ഇവിടെ പ്ലസ് ആക്കി കൊടുക്കുക. അതിന് പകരം ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? ln ആക്ടിവിറ്റി ഓഫ് Mn+. ഓക്കെ, നമുക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇതിനെയാണ് നേൺസ്റ്റ് ഇക്വേഷൻസ് ഫോർ പൊട്ടൻഷ്യൽ ഓഫ് ആൻ ഇലക്ട്രോഡ് മെറ്റൽ ഇൻ മെറ്റൽ അയൺ. അപ്പം ദിസ് ഈസ് കോൾഡ് നേൺസ്റ്റ് ഇക്വേഷൻസ് ഫോർ ദ പൊട്ടൻഷ്യൽ ഫോർ മെറ്റൽ ഇൻ മെറ്റൽ അയോൺ നമുക്ക് പറയാം. ഓക്കെ, അപ്പം കോൺസെൻട്രേഷൻ ഈസ് നോട്ട് വെരി ഹൈ. കേസിൽ ഇതിൻ്റെ മെറ്റൽ അയൺസിൻ്റെ കോൺസെൻട്രേഷൻ ഭയങ്കരമായിട്ടും ഹൈ അല്ല. അങ്ങനത്തെ വരികയാണെങ്കിൽ ആക്ടിവിറ്റി മേ ബി റീപ്ലേസ്ഡ് ബൈ ദ കറസ്പോണ്ടിങ് കോൺസെൻട്രേഷൻ. നമുക്ക് കോൺസെൻട്രേഷനായിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാം. സോ ആ കേസിൽ ഇതിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഈ ഇലക്ട്രോഡ് is equal to E0 ഇലക്ട്രോഡ് പ്ലസ് RT/NF ln കോൺസെൻട്രേഷൻ ഓഫ് മെറ്റൽ അയൺ. കോൺസെൻട്രേഷൻ വളരെ കൂടുതലായിട്ടുള്ള സാധനമൊന്നുമല്ല. അപ്പം നമുക്ക് കോൺസെൻട്രേഷൻ ഓഫ് മെറ്റൽ അയൺ നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇനിയിപ്പം ഒരു എക്സാമ്പിൾ, സിങ്ക് 2+ ഇലക്ട്രോഡ്. സിങ്ക്
ഇൻ സിങ്ക് 2+. മെറ്റൽ സിങ്കും അതിൻ്റെ സൊല്യൂഷൻ ഇലക്ട്രോഡ് സൊല്യൂഷനകത്ത് സിങ്ക് 2+ അയോണാണ് വിചാരിക്കുക. ആ ഒരു ഇലക്ട്രോഡാണെങ്കിൽ എത്രയാണ് നമ്പർ ഓഫ് ഇലക്ട്രോണുകൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് എത്രയാണ്? 2 ആണ്. അങ്ങനെയാണെങ്കിൽ നേൺസ്റ്റ് ഇക്വേഷൻ എന്തായിട്ട് മാറും? ഇതിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കാണാനാണെങ്കിൽ ഈ സിങ്ക് ബാർ സിങ്ക് 2+ ഈക്വൽ ടു E0 സിങ്ക് ബാർ സിങ്ക് 2+ പ്ലസ് RT/2F into Ln activity of Zn2+ or in concentration of Zn2+. Concentration of Zn2+ നമുക്ക് എഴുതാം. ഓക്കെ, ഇനി ഈ ഒരു ഇക്വേഷനെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ആക്ടിവിറ്റി ഓഫ് മെറ്റൽ ബൈ ആക്ടിവിറ്റി ഓഫ് മെറ്റൽ പ്ലസ് നമ്മളിവിടെ എഴുതിയില്ലായിരുന്നോ? ആക്ടിവിറ്റി ഓഫ് മെറ്റൽ ബൈ ആക്ടിവിറ്റി ഓഫ് മെറ്റൽ അയൺ എന്നുള്ള ഈ ഇക്വേഷൻ ΔG is equal to ΔG0 plus RT/Ln ആക്ടിവിറ്റി ഓഫ് മെറ്റൽ ഇൻ മെറ്റൽ അയൺ. അത് നമ്മൾ ഇലക്ട്രോഡിൽ എഴുതുമ്പം ഈ ഇലക്ട്രോഡ് is equal to നമ്മളിവിടെ വായിച്ചു അല്ലേ. അപ്പം നമുക്കിവിടെ എഴുതുമ്പം പിന്നെ ആക്ടിവിറ്റി ഓഫ് മെറ്റൽ ബൈ ആക്ടിവിറ്റി ഓഫ് മെറ്റലിനെ നമുക്ക് മെറ്റൽ അയണിനെ നമുക്ക് ആക്ടിവിറ്റി ഓഫ് റിഡ്യൂസ്ഡ് സ്റ്റേറ്റ് ബൈ ആക്ടിവിറ്റി ഓഫ് ഓക്സിഡൈസ്ഡ് സ്റ്റേറ്റ് നമുക്ക് അങ്ങനെ എഴുതിക്കൂടെ? എന്താണ് സാധനം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം മെറ്റലാവുക എന്ന് പറഞ്ഞാൽ അത് റിഡക്ഷൻ നടന്ന റിഡ്യൂസ്ഡ് സ്റ്റേറ്റ് ആണ്. Mn+ ആവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ടാവുന്ന സ്റ്റേറ്റ് ആണ്. സോ ഇറ്റ് ഈസ് ഓക്സിഡേഷൻ. അപ്പം റിഡ്യൂസ്ഡ് സ്റ്റേറ്റ് ബൈ ഓക്സിഡൈസ്ഡ് സ്റ്റേറ്റ് നമുക്ക് എഴുതാതിനെ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നമുക്കിങ്ങനെ എഴുതാൻ പറ്റിയ ഒരു ഇക്വേഷൻ നമുക്കൊന്നും കൂടി മോഡിഫൈ ചെയ്തിട്ട് നമുക്കിങ്ങനെ എഴുതാൻ പറ്റും. ഈ ഇലക്ട്രോഡ് is equal to E0 electrode minus RT/NF log concentration of reduced state divided by concentration of oxidized state. നമുക്കിങ്ങനെ എന്താക്കാൻ നമുക്ക് രണ്ടെണ്ണമാക്കിയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അയണിൻ്റെ ആകുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇനി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ EMF ആൻഡ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്. EMFും ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റും തമ്മിലുള്ള റിയാക്ഷൻ എന്താണ്? ഒരു സെല്ലിലെ EMFും ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റും തമ്മിലുള്ള റിയാക്ഷൻ എന്താണ് നമുക്ക് നോക്കാം. അത് നമ്മളൊരു ഡാനിയൽ സെല്ല് കൺസിഡർ ചെയ്യാം. ഡാനിയൽ സെല്ല് എന്ന് പറഞ്ഞാൽ സിങ്ക് സോളിഡ് ആയിട്ടുള്ളത്, സിങ്ക് 2+, അത് അക്വസ് ആയിട്ടുള്ളതാണ്. C1 എന്നാണ് അതിൻ്റെ കോൺസെൻട്രേഷൻ. സോൾട്ട് ബ്രിഡ്ജ് ഉപയോഗിക്കുന്നു. കോപ്പർ 2+, അത് അക്വസ് ആണ്, അതിൻ്റെ കോൺസെൻട്രേഷൻ C2 ആണ്. ബാർ കോപ്പർ ഇലക്ട്രോഡ് S. ഇതാണ് ഒരു ഡാനിയൽ സെല്ലിൻ്റെ സെൽ റെപ്രസെൻറ്റേഷൻ. അപ്പം അറ്റ് ദ സ്റ്റേജ് അറ്റ് വിച്ച് ഈ സെൽ ഇതിൻ്റെ EMF ഓഫ് ദ സെൽ ഈക്വൽ ടു 0 ഇറ്റ്സ് കറസ്പോണ്ടിങ് ടു ഇക്വിലിബ്രിയം ഇൻ ദ സെൽ റിയാക്ഷൻ. സെൽ റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഈ സെൽ എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ. E0 കാഥോഡ് മൈനസ് E0 ആനോഡ് ഈക്വൽ ആയിരിക്കും. സോ ദാറ്റ് ഈസ് ബിക്കം ഈ സെൽ ഇസ് ഈക്വൽ ടു 0 ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ. അപ്പോൾ ഇക്വിലിബ്രിയത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻ, ഈ ഒരു സെല്ലിൻ്റെ ഇക്വേഷനെ നമുക്ക് ഇങ്ങനെ എഴുതാനായിട്ട് പറ്റും. സിങ്ക് പ്ലസ് കോപ്പർ 2+ ഗീവ്സ് കോപ്പർ പ്ലസ് സിങ്ക് 2+. ഓക്കെ, അപ്പം ഈ ഇക്വിലിബ്രിയത്തിലാകുമ്പം ഈ സെൽ ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ ഇതിനകത്ത് നേൺസ്റ്റ് ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏതാ നേൺസ്റ്റ് ഇക്വേഷൻ? ഈ സെൽ ഇസ് ഈക്വൽ ടു E0 സെൽ മൈനസ് നമ്മൾ ലോഗിലേക്ക് മാറ്റി എഴുതുമ്പോഴാണ് കാൽക്കുലേഷൻ ചിലപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 2.303 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ലോഗിലേക്ക് മാറ്റുമ്പോൾ. അപ്പം നമുക്ക് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാച്ചുറൽ ലോഗരിതം എഴുതുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, 2.303 വേണമെന്നില്ല. 2.303 RT/NF. ഇവിടെ 2 ഇലക്ട്രോണാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ 2F ഇൻറ്റു ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് സിങ്ക് 2+ ബൈ കോപ്പർ 2+. ഓക്കെ, ഇക്വിലിബ്രിയം സ്റ്റേജ് ആണെങ്കിൽ E0 സെൽ ബിക്കം 0. ദാറ്റ് ഈസ് ഈക്വൽ ടു E0 സെൽ മൈനസ് 2.303 RT/NF ലോഗ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്. ലോഗ് സിങ്ക് 2+ ബൈ കോപ്പർ 2+നെ നമുക്ക് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് K, ലോഗ് K ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്.
ഓക്കെ. സോ E0 സെല്ല് ഈക്വൽ ടു എന്തായിട്ട് മാറും? അപ്പോൾ E0 സെല്ല് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ -E0 ആവും. -E0 സെല്ല് ഇസ് ഈക്വൽ ടു -2.303 മൈനസും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബിക്കം E0 സെൽ ഈക്വൽ ടു ആയിട്ട് മാറും. സോ വി ഗെറ്റ് E0 സെൽ ഈക്വൽ ടു 2.303 RT/2F ഇൻറ്റു n എന്നുള്ളത് 2 ആവും. സോ 2F ഇൻറ്റു ലോഗ് K എന്നായിട്ട് മാറും. ഓക്കെ. നമ്മൾ 298 കെൽവിനിലാണ് ഇക്വേഷൻ എടുക്കുന്നതെങ്കിൽ ടെമ്പറേച്ചർ 298 കെൽവിൻ കൊടുക്കാം, R 8.314 കൊടുക്കാം. ഫാരഡേ കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്, ഫാരഡയുടെ വാല്യൂ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫാരഡയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2.303 ഒരു കോൺസ്റ്റൻ്റ് ആണ്. ആൻഡ് 2 ഈസ് പിന്നെ n മാത്രം നമുക്ക് വേരി ചെയ്യും, 2ഓ 3ഓ എന്തെങ്കിലും ആവും. അപ്പോൾ നമുക്ക് ഇതിന് നമ്മൾ n തന്നെ കൊടുക്കാം. അത് 2 ആവാം, 3 ആവാം, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനനുസരിച്ച് വേരി ചെയ്യാം. അപ്പോൾ 2.303 R T F T അറ്റ് 298 കെൽവിൻ 298 കെൽവിൻ ആണെങ്കിൽ E0 സെല്ലിനെ നമുക്ക് കോമൺ ആയിട്ട് എഴുതാം. E0 സെല്ല് ഇസ് ഈക്വൽ ടു E0 സെല്ല് ഇസ് ഈക്വൽ ടു 0.0591 ഡിവൈഡഡ് ബൈ n ലോഗ് K എന്ന് കൊടുക്കാം. 0.0591 ബൈ n ലോഗ് K എന്ന് കൊടുക്കാം. ഓക്കെ. ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ EMFും ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഓഫ് ദ സെൽ റിയാക്ഷൻ തമ്മിലുള്ള റിലേഷൻ. ഓക്കെ. ഇനി അവിടെ നമുക്ക് പിന്നെ ഒരുപാട് ടെക്സ്റ്റ് ബുക്കിൽ പിന്നെ ഇതിൻ്റെയൊക്കെ പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്. ആ പ്രോബ്ലം ഒക്കെ നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്നത്തേക്ക് ഇത് മതി. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം. ഓക്കെ.